അവസാന ലാപ്പ് വരെ ഓടി, അവസാന ലാപ്പിൽ ട്രാക്ക് മാറി. നോ, ഭയപ്പെടുക. 30 വർഷം, 40 വർഷം, 50 വർഷം, 60 വർഷം ഓട്ടം പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ അവസാന ലാപ്പിലെത്തിയപ്പോൾ ട്രാക്ക് മാറി. സെക്കൻഡുകൾ ട്രാക്ക് മാറി. കിട്ടത്തില്ല കിരീടം. ഇന്ന് രാത്രി മടങ്ങി വരവിന്റെ ദൂത് പരിശുദ്ധമാ പറയുന്നു. രഹസ്യത്തിൽ ചെയ്യുന്ന പാപങ്ങൾ, ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ, രക്ഷിക്കപ്പെട്ടവരെന്ന് പേരുണ്ടെങ്കിലും രക്ഷിക്കപ്പെട്ടവരുടെ സ്വഭാവം നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊരു കുറ്റം ആത്മാവിന് ഈ രാത്രി പറയാറുണ്ട്. സ്നേഹം നഷ്ടപ്പെട്ടു പോയി, ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി, വിശുദ്ധി കുറഞ്ഞു പോയി, വിശ്വാസം തണുത്തുപോയി. ഇപ്പോൾ പിറുപിറുപ്പും പരിഭവങ്ങളും മാത്രമായി. നോ, ഈ രാത്രി കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുക. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് വ്യാജമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കർത്താവ് വരും. രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ ഇവിടുന്ന് അവനോട് ചേരുവാൻ എടുക്കപ്പെടും. മാനസാന്തരപ്പെടാൻ ഒരു അവസരം കർത്താവ് തരികയാണ്. മറ്റൊരുത്തലിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏക നാമം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. യേശുവിന്റെ രക്തത്തിന് മാത്രമേ മനുഷ്യന്റെ പാപത്തെ കഴുകാൻ പറ്റുകയുള്ളൂ. നിന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് അവന്റെ രക്തത്താലാണ്. നിനക്ക് നിത്യജീവൻ അവന്റെ രക്തമുഖാതിരമാണ്. സ്വർഗപ്രവേശനം യേശു മുഖാതിരമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇന്ന് രാത്രി കർത്താവിനെ ഹൃദയം കൊടുക്കാമോ? പാപത്തെ ഏറ്റുപറയാമോ? മദ്യപാനത്തെ ഉപേക്ഷിക്കാമോ? ലഹരി മരുന്നുകളോട് വിട പറയാമോ? യേശുവിന്റെ വരവിൽ സഭയെടുക്കപ്പെടുമ്പോൾ, വിശുദ്ധന്മാർ ഇവിടുന്ന് എടുക്കപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും കാണും എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ